ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വീണ്ടും പുതിയ ഒരു വീഡിയോ എത്തിയിരിക്കുകയാണ്. ഞാനാണ് കൂൾമമാൻ. ഇന്ന് ജിം ആനിവേഴ്സറിയുടെ സെക്കൻഡ് പാർട്ട്. അങ്ങനെ ആദ്യത്തെ പരിപാടിയാണ് പുഷപ്പ് ചാലഞ്ച്. എന്താണ് പുഷപ്പ് ചാലഞ്ച്? കൈകാലുകൾ താഴെ തട്ടിലമർത്തി കുഞ്ഞിശന്തി കുട്ടി ബെൻസ് കണക്ക് പൊക്കിത്തട്ടുന്നതിനാണ് പുഷപ്പ് ചാലഞ്ച് എന്ന് പറയുന്നത്. ഈ ചാലഞ്ചിൽ കൂൾമമ്മ തോക്കും. കാരണം അപരാധം പറയാൻ ഒരു വായും കോമാളിത്തരം കാണിക്കാൻ ഒരു മനസ്സും മാത്രമേ പടച്ചോൻ എനിക്ക് തന്നോളൂ. അതുകൊണ്ട് തന്നെ ഏത് പരിപാടി കയറിയാലും കൂൾമമ്മദ് അട്ടർ ഫ്ലോ. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പേ ഞാൻ പിടച്ചു വീണ്. പക്ഷെ ഞാൻ പോലും വിചാരിക്കാതെ ഞാൻ സെക്കൻഡ് അടിച്ചു ഗൈസ്. ഇനിയാണ് ആ വാശിയേറിയ മുന്നേറ്റം. തൗഫീഖ് ബീഡിയും ചുക്കാമണി മുജീബും ഒരുമിക്കുന്ന ഒരു പുഷപ്പ് ചാലഞ്ച്. ചുക്കാമണി തട്ടി ബീഡി കത്തിപ്പോകുമോ എന്ന് നമുക്ക് ഇപ്പം അറിയാം. അങ്ങനെ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ച് രണ്ടുപേരും തോറ്റു. ഇത് കണ്ടുടനെ കൂൾമമ്മദ് ചാർജായി. കാരണം തേക്കും തടി കണക്കത്തെ ഉറച്ച ശരീരം ഉണ്ടായിട്ടും ചുക്കാമണി മുജീബ് തോറ്റു. ചുക്കാമണി മുജീബിന് തോക്കാമെങ്കിൽ ബ്രോയിലർ കോഴി കണക്ക് വിറയ്ക്കുന്ന കൂളോമേനും തോക്കും. അടുത്തതായി കളത്തിലിറങ്ങിയത് വിനിത ചേച്ചിയുടെ മകൻ സയോൺ ജോസഫ്. ഒരു അമ്മയുടെ രോദനമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ആ അമ്മയ്ക്ക് വേണ്ടി ഈ മകൻ ജയിക്കുമോ? അങ്ങനെ വാശിയേറിയ പുഷപ്പ് ചലഞ്ചിന് ശേഷം ഞങ്ങൾ നേരെ പോയത് തിന്നാനാണ്. ഇത്രയേറെ പരിപാടികൾ നടന്നിട്ടും അതിനൊന്നും സൈഡിൽ പോലും ഇല്ലാത്ത അബി തിന്നാൻ തീറ്റയുടെ മൂട്ടിപ്പോയിരിക്കും. കാള പോലെ വളർന്നെങ്കിലും ആക്രാന്തത്തിന് ഒരു കുറവുമില്ല. സ്വന്തം മകൻ ഒരു 2 കെട്ട് മോട്ടിവേഷൻ കൊടുത്തതിന് ശേഷം തന്റെ ശരീരത്തിനേക്കാൾ വലിയ ഒരു വാഴയ്ക്കപ്പം ഏതാണ്ട് 2.5 കിലോ വരും. തൗഫീഖ് ബീഡിയുടെ മീശയ്ക്ക് ഒരു ഭീഷണിയായി ഒരാൾ കൂടിയുണ്ട് നമ്മളെ ജിമ്മിൽ. മീശ പൊക്കി ആ ജ്യൂസ് കുടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അടുത്ത പരിപാടി 35 70 കിലോ പൊക്കി നടന്നു പോകുക. അങ്ങനെ ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നതാണ് അബീഷ. ചീറ്റപ്പുലിയുടെ വേഗതയുമായി ആഫ്രിക്കൻ കാട്ടുകളിൽ നിന്നും കടൽ കടന്നെത്തിയ കാപ്പിരി കരുത്ത്. തണുപ്പത്ത് പെങ്കിൻ കുഞ്ഞുങ്ങൾ നടക്കുന്നത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി കൂൾമമ്മദ് അവതരിപ്പിക്കുന്നു അബീഷാസ്. അങ്ങനെ അബീഷാസും മുബാറക്കിക്കായും ചുക്കാമണി മുജീബും ബിൻഷാദും ഇതും പൊക്കി നടക്കുന്നത് കണ്ടപ്പോൾ കൂൾമമ്മന് ഒരു തൊര. അങ്ങനെ തൊരയങ്ങ് ഉച്ചാൻ തലയിലെത്തിയപ്പോൾ ഞാനും കയറി അങ്ങ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷെ വിചാരിച്ച കണക്കല്ല, 35 കിലോ കൂൾമമ്മദ് കൂട്ടിയിട്ട് കൂടിയില്ല. ഞാൻ കൈവച്ചിട്ട് അതൊന്ന് അനങ്ങിയത് പോലുമില്ല. പുറത്ത് ഞാൻ ചിരിക്കുകയായിരുന്നെങ്കിലും അകത്ത് ഞാൻ കരയുകയായിരുന്നു. അങ്ങനെ ഒഫീഷ്യലി ഈ പരിപാടിയുടെ സമ്മാനം തൗഫീഖ് ബീഡി തൂക്കി. 70 കിലോ അവന്റെ മീശയെന്ന് ഒരു പൂട പറിക്കുന്ന കണക്കേ ഉള്ളൂ എന്ന് അവൻ തെളിയിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഒരുപാട് പരിപാടികൾ കണ്ടക്ട് ചെയ്തു. പക്ഷെ എല്ലാ പരിപാടികളും നമുക്ക് കാണിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഇനി നമ്മൾ സമ്മാനദാനത്തിലേക്ക് കടക്കും. ഈ വ്ലോഗിൽ ഒരുപാട് പേരെ കാണിക്കാതെ ഞാൻ വിട്ടിട്ടുണ്ട് ഗൈസ്. അത് സമയം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അങ്ങനെ പരിപാടികളിൽ പങ്കെടുത്ത് ഫസ്റ്റ് അടിച്ച എല്ലാവർക്കും ആശാൻ ഓരോ സമ്മാനം വെച്ചു കൊടുത്തു. എല്ലാ പരിപാടിക്കും കയറി തോറ്റതിന് ആശാൻ എനിക്കും ഒരു സമ്മാനം. അതാണ് ഞങ്ങൾ റിബിയൽസ്. സ്നേഹമുള്ള ആശാനാണ്. അങ്ങനെ ഞാൻ സ്നേഹത്തോടെ ആശാനെ കെട്ടിപ്പിടിച്ചു എന്ന് ആശാനെ തെറ്റിദ്ധരിപ്പിച്ചു. കാരണം ഈ ജിംനാസ്റ്റിക് ബോഡിയുള്ള ആശാൻ ആദ്യമേ കണ്ടപ്പോഴേ എനിക്കൊരു ചെറിയ ക്രഷ് അടിച്ചായിരുന്നു. അന്നേ ആശാൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള മനം കുളിർപ്പിക്കുന്ന വീഡിയോകൾക്കായി എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ.